ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ഏറ്റവും ഹൈപ്പുള്ള സിനിമ ഏത് എന്നുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതലായി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ ഇതാ എത്താൻ പോകുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. എമ്പുരാനാണോ ഏറ്റവും ഹൈപ്പിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റർ ഇറക്കിയാൽ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ പറയണം. നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി നായകനായി എത്തി 2007 പുറത്തിറങ്ങിയ ബിലാലും ഇപ്പോൾ ഈ മാസം 27 റിലീസാകാൻ പോകുന്ന എമ്പുരാനും തമ്മിലുള്ള ഒരു എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ആ ഒരു കമ്പാരിസൺ എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് എമ്പുരാൻ തന്നെയാണ്. പക്ഷേ എമ്പുരാനെ കടത്തിവെട്ടാൻ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ബിലാൽ എന്നുള്ളതാണ് ചോദ്യം. 2007 ബിഗ് ബി എന്ന സിനിമ ഇറങ്ങുമ്പോൾ അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സിനിമ. അതിനകത്തിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള അപ്പിയറൻസും അതേപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നിയോർ ആക്ഷൻ ത്രില്ലർ ഫിലിമിൽ കൊണ്ടുവന്ന അമൽ നീരദ് എന്ന ഡയറക്ടറെയും നമ്മൾ കാണാൻ കഴിഞ്ഞു. സിനിമ ആ കാലത്ത് അത്ര വലിയ സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. 2005 പുറത്തിറങ്ങിയ ഹോളിവുഡിലെ 4 ബ്രദേഴ്സ് എന്ന സിനിമയെ ആസ്പദമാക്കി തന്നെയാണ് ബിഗ് ബി എന്ന സിനിമ വന്നത്. അതുവരെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ അന്ന് ആ സിനിമ ഇറങ്ങിയപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് മുഴുവൻ സ്ലോ മോഷൻ ആണല്ലോ എന്നുള്ള ഒരു കാര്യം. അന്നത്തെ കാലഘട്ടത്തിൽ അത് സ്ലോ മോഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ പിന്നീട് അതേപോലെയുള്ള ഒരു പറ്റം സിനിമകൾ തന്നെ വന്നു. അത് പൃഥ്വിരാജിനെ വെച്ചും മോഹൻലാലിനെയും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള സ്ലോ മോഷൻ ചിത്രങ്ങൾ വന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്ററും അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്കൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സിനിമയായി ഒരു മോസ്റ്റ് സ്റ്റൈലിഷ് ഫിലിം മേക്കിംഗ് എന്ന് തന്നെയാണ് അന്ന് പറയാനുള്ളത്. അന്ന് നെഗറ്റീവും അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് റിവ്യൂ ഒക്കെ വന്നിരുന്നുവെങ്കിൽ പിന്നീട് ഇത് മലയാളത്തിൻ്റെ ഒരു കൾട്ട് സിനിമയായി മാറുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം 2017 ഈ ഒരു സിനിമയുടെ 2ാം പാർട്ട് ബിലാൽ എന്ന പേരിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ അനൗൺസ്മെൻറ്റ് പോലും ഇല്ലാതെ ഒരു പോസ്റ്റർ വെച്ചിട്ട് കിട്ടിയ ഹൈപ്പ് അമ്മാതിരി തന്നെയായിരുന്നു. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നു ഒരു പോസ്റ്റർ വെച്ചിട്ട് ആ ഒരു സിനിമയ്ക്ക് ഉള്ള ഇഷ്ടം ആളുകൾ പ്രകടിപ്പിക്കുമ്പോൾ ഇതുവരെ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയ്ക്കും ഉള്ളതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നു. ഇന്നും ഏകദേശം 2017 10 വർഷങ്ങൾക്ക് ശേഷം 2ാം ഭാഗം പ്ലാൻ ചെയ്തെങ്കിൽ വീണ്ടും ഒരു 10 വർഷം കഴിയാൻ പോകുന്നു. ഏകദേശം 8 വർഷം കഴിയുമ്പോഴും സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, അതിൻ്റെ ചർച്ചകൾ പോലും ആയിട്ടില്ല. പക്ഷേ എല്ലാവരും കാത്തിരിക്കുകയാണ്. നടക്കില്ല അല്ലെങ്കിൽ നടക്കുമോ എന്നറിയാത്ത ഒരു സ്വപ്നവുമായി ആളുകൾ കാത്തിരിക്കുമ്പോഴും ബിലാൽ എന്ന ഒരൊറ്റ പേര് കേട്ടാൽ ബിഗ് ബി എന്നതിൻ്റെ 2nd പാർട്ടിലൂടെ വരുമ്പോൾ ആളുകൾ അത്ര ക്യൂറിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കും അതെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയും എമ്പുരാൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ എമ്പുരാൻ മോഹൻലാൽ നായകനെത്തുന്ന ഈ ഒരു ചിത്രം ആളുകൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം വരുന്ന ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഓളം ഒരു 1.5 ഓളമാണെന്ന് തന്നെ പറയാം. ഈ വരുന്ന 27 സിനിമ റിലീസ് ചെയ്യാനിരിക്കുക ഹെവി ആയിട്ടുള്ള ഒരു ഹൈപ്പാണ് സിനിമയ്ക്കുള്ളത്. അതായത് മലയാള സിനിമയിൽ ഏറ്റവും പ്രതീക്ഷയോടെ ഇന്നത്തെ കാലത്ത് കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെ. ഏകദേശം 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടപ്പെടുമെന്ന് ഒരു ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയാത്ത എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിനുള്ള കപ്പാസിറ്റി ഉള്ള മൂവിയാണ് എമ്പുരാൻ എന്നുള്ളത്. ഏകദേശം 250 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി വരുന്നത്. ഇന്ന് ചില പ്രശ്നങ്ങൾ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളെയൊക്കെ ചൊല്ലി പറയുമ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷേ സിനിമ ആളുകളിലേക്ക് എത്തുന്നത് ആ റേഞ്ചിൽ തന്നെയാണ്. ഇതുവരെ മലയാളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പറ്റം അല്ലെങ്കിൽ ഒരു പിടി ആയിട്ടുള്ള ആക്ടേഴ്സ് ഒരിക്കലും മലയാള സിനിമ ചിന്തിച്ചിട്ട് പോയിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴിയെ പോകുന്നു. അതായത് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ അഭിനയിച്ചിരിക്കുന്നവർ. പണ്ടൊക്കെ നമ്മളുടെ വലിയ സ്വപ്നം ഷാരൂഖ് ഖാനോ അമീർ ഖാനോ ഒക്കെ വന്ന് തല കാണിച്ച് പോകുന്ന ഒരു സിനിമയാണെങ്കിൽ ഇത് അതിനെയൊക്കെ കടത്തിപ്പറ്റി അതിന് മുകളിലേക്കുള്ള ഗെയിം ഓഫ് ത്രോൺസ് പോലെയുള്ള ഗംഭീര വെബ് സീരീസ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അത്രത്തോളം ആളുകൾ വാച്ച് ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള സീരീസുകളിലും അതേപോലെ ഇംഗ്ലീഷ് മൂവീസിലും അല്ലെങ്കിൽ അന്യ ലാംഗ്വേജസിലുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ലാംഗ്വേജസിലുള്ള പല ആക്ടേഴ്സിനെയും ആക്ട്രസുകളെയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിത്രം തന്നെ. അതായത് ഒരിക്കൽ പോലും ഒരു ഡയറക്ടറിൽ നിന്നോ ഒരു പ്രൊഡ്യൂസറിൽ നിന്നോ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പൃഥ്വിരാജ് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മാതിരി ഒരു കൊടൂര സംഭവമായിട്ട് തന്നെയാണ്. അപ്പോൾ ഹൈപ്പിൻ്റെ കാര്യത്തിൽ എമ്പുരാനാണോ അതോ ബിലാലാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. എന്താണെങ്കിലും രണ്ടും സ്വാഗതം. ഏതാണെങ്കിലും തീർച്ചയായും എൻ്റെ അഭിപ്രായങ്ങളിൽ ബിലാൽ തന്നെയാണ് ഒരൊറ്റ പോസ്റ്റർ കൊണ്ടുവന്ന് ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി മുകളിൽ നിൽക്കുന്ന ആ ഒരു രീതിയിൽ സിനിമ. ഇതുവരെ സിനിമയുടെ അനൗൺസ്മെൻറ്റ് പോലും വന്നില്ലെങ്കിലും എവിടെയെങ്കിലും ബിലാൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അറിയാതെ ആളുകൾ ചാടിക്കേറി നോക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയ തരംഗം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എമ്പുരാനാണോ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഹൈപ്പിൽ നിൽക്കുന്ന മലയാളം കണ്ടിട്ടുള്ള സിനിമ അതോ ബിലാലാണോ? നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ചർച്ചയിലേക്ക്. ഗ്രേറ്റ് മീഡിയാസ്.